ഹലോ, ഞാനിപ്പോൾ ഉള്ളത് പൊക്കാറയിൽ നിന്നും 25 കിലോമീറ്റർ അകലെയുള്ള ലുവാങ് വില്ലേജിലാണ്. ഇവിടെ 2009 ടൂറിസ്റ്റ് വില്ലേജായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമ്പർ 4 കമ്മ്യൂണിറ്റി ഹോം സ്റ്റേയിലാണ് ഞാൻ താമസിക്കുന്നത്. 1200 രൂപ, നേപ്പാളി റുപ്പീസ് 1200 രൂപയാണ് ഒരു ദിവസത്തേക്ക് അവർ ചാർജ് ചെയ്യുന്നത്. കട്ടൻ ചായയും പോപ്കോണും ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലുവാങ് വില്ലേജിലേക്കാണ്. പൊക്കാറയിൽ നിന്നും 24 കിലോമീറ്ററാണ് ലുവാങ് വില്ലേജിലേക്ക്. ഇതൊരു പർവ്വത ഗ്രാമമാണ്, ഒരു ടൂറിസ്റ്റ് വില്ലേജ് കൂടെയാണ്. ഇവിടേക്ക് കൃത്യമായി റോഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഈ റൂട്ടിൽ. കൃത്യമായി റോഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് നല്ല കുലുക്കമുണ്ട്. ലുവാങ് വില്ലേജിൽ മൊത്തം 17 ഹോം സ്റ്റേകളാണ് ഉള്ളത്. താഴെ റെസ്റ്റോറൻറ്റിൽ നിന്നും വാങ്ങിയ ആലു പൊറോട്ടയാണ് ഞാൻ കഴിക്കുന്നത്. ഇവിടെ ഭക്ഷണത്തിനെല്ലാം വില്ലേജിൽ നല്ല വിലയാണ്. இங்கே ரேட்டு ரொம்ப ஜாஸ்தியாக இருக்குமா ஃபுட்டு எல்லாம்? இருக்காது. உட்கார்றதுக்கு நல்லா அவங்க 11 நம்பர் மிஸ்டேக். ഈ മലഞ്ചെരുവിലുള്ള വീടും അതിലേക്കുള്ള വഴികളും അതിമനോഹരമായൊരു കാഴ്ച തന്നെയാണ്. ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് കൃഷിയും കാലിവളർത്തലുമാണ്. ടൂറിസം തുടങ്ങിയതോടെ ഇവർക്ക് കുറച്ചുകൂടെ വരുമാനം കണ്ടെത്താനുള്ള ഒരു വഴിയായി. ഈ ഹോം സ്റ്റേയിലാണ് താമസിക്കുന്നത്. നല്ലൊരു റൂം തന്നെയാണ് എനിക്ക് കിട്ടിയത്. നല്ലൊരു സ്ഥലമുണ്ട് കേട്ടോ ഇത്. അതായത് കൽപ്പടവുകളെല്ലാം ആ മൗണ്ടനിലേക്ക് കയറി പോകുന്ന കൽപ്പടവുകളെല്ലാം കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കണ്ടില്ലേ എത്ര സുന്ദരമായിട്ടാണ് കല്ല് വെട്ടിയെടുത്തിട്ട് പടികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടുത്തെ വീടുകളുടെ പ്രത്യേകത മേൽക്കൂര കല്ലുകൾ കൊണ്ടാണ് കെട്ടിയിരിക്കുന്നത്. ലുവാങ് ഒരു പർവ്വത ഗ്രാമമാണ്. ഇക്കാണുന്നത് ഇവരുടെ ക്ഷേത്രമോ അല്ലെങ്കിൽ ഇവരാരാധിക്കുന്ന പൂർവികരുടെ സമാധിയോ ആയിരിക്കാം. അങ്ങനെ നമ്മളിതാ ലുവാങ് വില്ലേജിൻ്റെ ബോർഡിൻ്റെ അടുത്തെത്തി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ലുവാങ് വില്ലേജ് മാത്രമല്ല, ലുവാങ് വില്ലേജിൻ്റെ കവാടം കാണാൻ കഴിയുന്നുണ്ട്. ചുറ്റുമുള്ള ഗ്രാമങ്ങളും എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിലൂടെ കാണാൻ കഴിയുന്നുണ്ടോയെന്ന് അറിയില്ല. ദൂരെയായിട്ടൊരു ഗ്രാമങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഈ ഭാഗത്തൊരു ഗ്രാമമുണ്ട്. അങ്ങനെ കുറേ ഗ്രാമങ്ങൾ
പല ഭാഗത്തായിട്ട് കിടക്കുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 5000 അടി മുകളിലാണ് ഈ ഗ്രാമം ഉള്ളത്. അതുകൊണ്ട് തന്നെ ആൾട്ടിറ്റ്യൂഡും അതേ രീതിയിൽ ഉണ്ടാവും. നല്ലൊരു ശതമാനം ഗ്രാമീണരും മലയെ ആശ്രയിച്ചാണ് ഇവിടെ കഴിയുന്നത്. മലയെ തട്ടുതട്ടായി തിരിച്ച് കൃഷി ചെയ്യുന്നതും ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതും പച്ചക്കറികൾ കൃഷി ചെയ്യുന്നതും. ഞാനേ ലുവാങ് വില്ലേജിൻ്റെ ആ ബോർഡിൻ്റെ സൈഡിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് വയസ്സായൊരാളിനെ കണ്ടു. ആൾക്ക് ഏകദേശം 90-95 വയസ്സുണ്ടാവും. ആളാണ് ഈ വെയിറ്റ് മുഴുവൻ എടുത്തിട്ട് പോണത്. ഏതോ ഒരു നീരുറയിൽ നിന്ന് എടുക്കുന്ന വെള്ളമാണ് ഇവർ കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. സദാസമയം ഈ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.